പാഠങ്ങളൊക്കെ ഉപയോഗിച്ച് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യും. തയ്യാറല്ലേ? 1 2 3 4. ഇനി ഞാൻ ചെന്ന് നമ്മുടെ ഓഡിഷന്റെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കാം. പ്രശസ്ത ബാലറിനി ആയിരുന്ന നിന്റെ അമ്മ ഇത് കണ്ട് അഭിമാനിക്കുന്നുണ്ടാകും. താങ്ക് യു മിസ്. ഗുഡ് ബൈ ഹൈഡി. ഗുഡ് ബൈ മിസ് ലിംഗെ. ഗുഡ് ബൈ മിസ്. നല്ലൊരു ദിവസം നേരുന്നു. നമുക്ക് പോയി അച്ഛനെ കാണാം. ഓ, കർട്ടൻസ് എല്ലാം മാറ്റാൻ പോവുകയാണ്. മിസ് എലിസബത്ത് അഭ്യർത്ഥിച്ചു. എന്തുകൊണ്ടോ പഴയത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്ക് ചോപ്പ് വളരെ ഇഷ്ടമായിരുന്നു. ശരിയാ, നല്ല രസമുള്ള ചോപ്പായിരുന്നു. പക്ഷേ ഈ മഞ്ഞ കുറച്ചുകൂടി സന്തോഷം തരും. എക്സ്ക്യൂസ് മീ ലേഡീസ്. ഓ, വാസിന് വീഴും. സോറി. ഞാൻ പേടിച്ചു പോയി. ഇതെന്റെ അമ്മയുടെ ലക്കി വാസ് ആണ്. അമ്മയുടെ പെർഫോമൻസ് കഴിഞ്ഞ് കിട്ടുന്ന പൂക്കളെല്ലാം ഇതിലാണ് വെച്ചിരുന്നത്. ഇത് നല്ലൊരു സ്മാരകമാണല്ലോ. ഞാൻ ഇത് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും വയ്ക്കാം. ഈ പെയിന്റിങ്ങോ? ഇതെന്താണ്? ഇത് മിസ് എലിസബത്ത് തന്ന സമ്മാനമാണ്. ഈ വീട്ടിലാണ് അവർ ജനിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇത് ടെക്സാസിലാണ്. മുത്തശ്ശന്റെ വീടിനേക്കാളും ഒരുപാട് വ്യത്യാസമുണ്ടെങ്കിലും നല്ല ഭംഗിയുണ്ട്. അപ്പോ ഡാഡി എവിടെയാണ്? മിസ് എലിസബത്തിന്റെ കൂടെ കിച്ചണിൽ നിൽക്കുകയാണ്. കിച്ചണിലോ? അവിടെ എന്ത് ചെയ്യാണ്? അത് അദ്ദേഹം പാചകം ചെയ്യാണ്. എന്റെ അച്ഛൻ പാചകം ചെയ്യാറില്ലല്ലോ. നല്ല രസമാണെന്ന് തോന്നല്ലോ. നമുക്ക് പോയി നോക്കാം. ഇതിൽ ഇനിയും കൂടി ചേർക്കണമെന്ന് നിനക്ക് ഉറപ്പാണോ? ഇത് ടെക്സസ് മഫിൻസ് ഉണ്ടാക്കുന്നതിന്റെ രഹസ്യമാണ്. അങ്ങനെ നിങ്ങൾ ഒരു യഥാർത്ഥ അമേരിക്കനായി മാറും. അത് മതിയാകും. ഡാഡി, ലിംഗി കരുതുന്നത് ഞാൻ കൺസർവേറ്ററിക്ക് തയ്യാറായി കഴിഞ്ഞു എന്നാണ്. ശരിക്കും വളരെ നല്ല കാര്യം. ഇതാ ഫെഡറിക്. കൺഗ്രാറ്റുലേഷൻസ് ക്ലാര. അതും നല്ല കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം സന്തോഷിക്കാൻ രണ്ടാമതൊരു കാരണം കൂടിയായി. അതെയോ? ഇനിയും നല്ല വാർത്തകളുണ്ടോ? അത് എന്താണ്? അത് പറയൂ. അത് പിന്നെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. സത്യത്തിൽ ഞാനും എലിസബത്തും വിവാഹം കഴിക്കാൻ പോകുകയാണ്. വിവാഹമോ? ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. നിങ്ങളുടെ അച്ഛനുമായി ജീവിതം പങ്കിടാൻ സാധിക്കുന്നതിൽ താമസിയാതെ ഞാൻ മിസ്സസ് അറിയപ്പെടും. കൺഗ്രാറ്റുലേഷൻസ്. അത് നല്ലൊരു വാർത്തയാണല്ലോ. മാത്രമല്ല നമ്മൾ ബോസ്റ്റണിലേക്ക് പോവുകയാണ് ഒരു ആഡംബരപൂർണ്ണമായ കല്യാണത്തിന്. ഞാൻ പോയി അവരോട് സംസാരിക്കാം. ക്ലാര, ക്ലാര, ഞാൻ അകത്തേക്ക് വരട്ടെ? എന്നോട് ക്ഷമിക്കുക. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. എനിക്കറിയാം ഇത് വലിയൊരു മാറ്റമാണ്. എന്റെ പ്രിയപ്പെട്ട മോളെ, എന്തിനാ ഇങ്ങനെ കരയുന്നത്? എന്താണെങ്കിലും അച്ഛനോട് പറയുക. എനിക്ക് ഫ്രാങ്ക്ഫർട്ട് വിടാൻ താല്പര്യമില്ല. മാത്രമല്ല ഹൈഡിയെയും. ക്ലാര, ഞങ്ങൾ ബോസ്റ്റണിൽ പോയി താമസിച്ച് ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോകുന്നില്ല. അതെയോ? തീർച്ചയായും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അകത്തേക്ക് വരൂ ഹൈഡി. ക്ലാരയോട് പറഞ്ഞതുപോലെ ഞാൻ എലിസബത്തിനെ കല്യാണം കഴിച്ചാൽ താമസിക്കാൻ പോകുന്നത് ഇവിടെയായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും കാണാനും സാധിക്കും. അതെ, തീർച്ചയായും. അതെ, വീട്ടിലുള്ള എല്ലാവരോടും ഈ വാർത്ത പറയുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് ഇവിടെ കൂടിച്ചേരാൻ പറഞ്ഞത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. അതായത് ഞാനും എലിസബത്തും വിവാഹിതരാകാൻ പോവുകയാണ്. വണ്ടർഫുൾ. കൺഗ്രാറ്റുലേഷൻസ്. മാസച്യൂസെറ്റ്സിൽ വെച്ചിട്ടായിരിക്കും ചടങ്ങുകൾ നടക്കുന്നത്. മാസച്യൂസെറ്റ്സിലോ? അതെ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ എലിസബത്ത് താമസിക്കുന്ന ബോസ്റ്റണിൽ വെച്ച്. ലൈബ്രറിയിലേക്ക് വരൂ. മാപ്പിൽ ഞാനത് കാണിക്കാം. വളരെ സന്തോഷം. എന്താ ചെയ്യുന്നത്? നമുക്ക് പോവാം. എന്നോട് ക്ഷമിക്കണം. വിഷമിക്കണ്ട ക്ലാര. ഞാൻ വേറൊരെണ്ണം വാങ്ങാം. കുറച്ചുകൂടി ഭംഗിയുള്ളതും പുതുമയുള്ളതും വാങ്ങാനുള്ള അവസരം കൂടിയാണല്ലോ. ഞാൻ എന്തെങ്കിലും തെറ്റു പറഞ്ഞു? ഈ വാസ് അവളുടെ അമ്മയുടെ ഓർമ്മയാണ്. ഓ, ഞാൻ പോയി അവളെ കാണാം. ഒരു പാർട്ടി ഉണ്ടായിരിക്കുമല്ലോ. അതെ, ഉണ്ടായിരിക്കും. കാത്തിരിക്കാൻ പറ്റും. ക്ലാര, നീ എവിടെ പോലെ?
വിവാഹം കഴിക്കാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന്. എല്ലാവരും മമ്മിയെ മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ പ്രോമിസ്. എനിക്ക് തോന്നില്ല നിന്റെ അച്ഛൻ നിന്റെ അമ്മയെ മറക്കുമെന്ന്. ഞാൻ മമ്മിയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഞാനും എന്റെ അമ്മയെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിനക്കറിയോ, കുഞ്ഞു നക്ഷത്രത്തെ പോലെ നമ്മുടെ അമ്മമാർ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും. ശരിയാണെന്ന് തോന്നുന്നു. എലിസബത്ത് വന്നതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. പക്ഷെ നിന്റെ അച്ഛനെ നീ വിശ്വസിക്കണം. അദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ കരുതാം ഹൈഡി, അങ്ങനെ കരുതാം. നീ ഇത് കണ്ടോ? എലിസബത്ത് കുറച്ച് പൈസ ഡാഡിയുടെ ജാക്കറ്റിൽ നിന്ന് എടുത്തു. എനിക്ക് അറിയാമായിരുന്നു അവർ അത്ര ശരിയല്ലെന്ന്. ക്ലാര, അവർ ചിലപ്പോൾ അവരുടെ കണ്ണിയാണ്. നമുക്ക് ഡാഡിയോട് പോയി പറയാം. എലിസബത്തോ പണം മോഷ്ടിക്കാനോ? നിനക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു ക്ലാര? ഞങ്ങൾ അവരെ കണ്ടു, അല്ലേ ഹൈഡി? അത് ശരിയാണ് സാർ. അവർ പണം എടുക്കുന്നത് ഞാനും കണ്ടു. ക്ലാര, കുറച്ച് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വാങ്ങാൻ എലിസബത്തിനോട് പൈസ എടുക്കാൻ ഞാൻ തന്നെയാണ് പറഞ്ഞത്. അവൾക്ക് ഫ്രാങ്ക്ഫർട്ടിന്റെ കുറച്ച് പടങ്ങൾ എടുക്കണമെന്നുണ്ട്. ശരിക്കും? അപ്പൊ അതിനാണോ? നോക്കൂ മക്കളെ, നിങ്ങൾ ആരെയും തെളിവില്ലാതെ കുറ്റപ്പെടുത്താൻ പാടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഐ എം സോറി ഡാഡി. നിങ്ങളെ ഞാൻ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് മാഡം? വളരെ നന്ദിയുണ്ട് സെബാസ്റ്റ്യൻ. പക്ഷേ എനിക്ക് നടക്കാനാണ് ഇഷ്ടം. ഞാനൊന്ന് കിഴക്ക് ഭാഗം വരെ എന്റെ അനിയത്തിക്ക് വേണ്ടി ഒരു സ്മാരക വസ്തു വാങ്ങാൻ പോവുകയാണ്. എന്താണ് സെബാസ്റ്റ്യൻ? പിന്നെ കാണാം മാഡം. അവർ പറഞ്ഞത് കേട്ടോ? അവരുടെ അനിയത്തിക്ക് വേണ്ടി ഒരു സ്മാരക വസ്തു വാങ്ങാൻ പോകുന്നെന്ന്. ശരിയാണ്. ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അത് മാത്രമല്ല, സെബാസ്റ്റ്യൻ കൂടെ വരണ്ടാന്ന് പറഞ്ഞത് വിചിത്രമല്ലേ? എന്തോ നിഗൂഢത ഉണ്ടല്ലോ. നമുക്ക് വേറെ ചോയ്സ് ഇല്ല. അവർ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഫോളോ ചെയ്താലേ അറിയൂ. അത് ശരിയാണ്. ബ്രിയോഷസിനെക്കാളും അവർക്ക് ചെസ് കളിച്ചാൻ ഇഷ്ടം തോന്നും. മാത്രമല്ല ഇതുവരെ വിചിത്രമായി അവരൊന്നും ചെയ്തില്ല. ഞാനിതെല്ലാം ചിന്തിച്ചു കൂട്ടുന്നതാണോ? ചിലപ്പോൾ അവരുടെ അനിയത്തിക്ക് വേണ്ടി സ്മാരക വസ്തു വാങ്ങിയതിനു ശേഷം ഫോട്ടോഗ്രാഫി പ്ലേറ്റ് വാങ്ങാൻ പോവുകയായിരിക്കും. ശരി, നോക്ക്. ഹോവർഡ്. ഹലോ എലിസബത്ത്, ഇതാ നിങ്ങൾക്ക് വാക്ക് തന്ന സാധനം. താങ്ക് യു. ഡാഡിയുടെ പൈസ അയാൾക്ക് കൊടുക്കുകയാണ്. അയാൾ ആരായിരിക്കും? ഷ്മിറ്റ്സിൽ ഞാൻ ഒരു ടേബിൾ റിസർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് സംസാരിച്ചാലോ? പെർഫെക്റ്റ് ഹോവർഡ്. ആ കത്തിൽ എന്തായിരിക്കും? എനിക്ക് ഉറപ്പാണ് എന്തോ കള്ളത്തരമുണ്ട്. അവരെന്തോ ഒളിക്കുന്നു. അതെ, നമ്മൾ നന്നായിട്ട് നടന്നല്ലേ? അത് കാരണം നല്ല വിശപ്പുണ്ട്. ഇവിടെ എലിസബത്ത് ഇല്ലേ? ഇല്ല, അവൾ പട്ടണത്തിൽ താമസിക്കാമെന്ന് പറഞ്ഞു. മാരേജ് കോൺട്രാക്ട് സൈൻ ചെയ്യാനായി ഞങ്ങൾക്ക് വക്കീലുമായി ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ട്. നിങ്ങളുടെ മാരേജ് കോൺട്രാക്ടർ? അതെ, ഞാനും എലിസബത്തും ചേർന്ന് ഒരു കുടുംബം ഉണ്ടാക്കുന്നു എന്നതിനുള്ള ഒരു ഒഫീഷ്യൽ ഡോക്യുമെന്റ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ല, വളരെ പെട്ടെന്നായിപ്പോയി. മിസ് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു മിസ് ക്ലാര. ഓ, ബാലെ കൺസർവേറ്ററിയിലേക്കുള്ള ഓഡിഷന്റെ നോട്ടിഫിക്കേഷൻ ആണ്. അത് നല്ല വാർത്തയാണല്ലോ. എന്നാണ് ഓഡീഷൻ നടക്കുന്നത്? നാളെ. ഞാൻ പോയി റിഹേഴ്സൽ ചെയ്യട്ടെ. ഞാൻ ലേറ്ററോട് പറയാൻ കുറച്ച് സ്നാക്സ് കൊണ്ടുവരാൻ. നിനക്ക് ഉറപ്പാണോ ക്ലാര? തീർച്ചയായും. അപ്പൊ ഏണസ്റ്റ്, ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? വളരെ നന്നാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ ടൗണിലൊന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് ധൃതിയൊന്നും വേണ്ട ഏണസ്. അത് നിങ്ങളുടെ മിസ് ക്ലാര സ്റ്റെപ്പിൽ നിന്ന് വീണു. എന്താ പറ്റിയത്? എനിക്ക് എനിക്ക് നിനക്കെന്തിനും പറ്റിയോ? ഇനി എനിക്ക് നടക്കാൻ കഴിയില്ല. ആരെയും ഉണ്ടെന്ന് തോന്നുന്നില്ല. മിസ് ഓട്ടർമാർ, പെട്ടെന്ന് പോയി ഡോക്ടർ ബെക്മനെ വിളിച്ചോണ്ട് വരൂ. ഇപ്പൊ പോകും സർ. സെബാസ്റ്റ്യൻ, എലിസബത്തിനോട് പറയണം മാരേജ് കോൺട്രാക്ട് സൈൻ ചെയ്തത് ക്യാൻസൽ ചെയ്തു എന്ന്. ശരി സാർ. ഞാൻ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോകാൻ പോരാ. നീ അവിടെ റെസ്റ്റ് എടുത്തോളൂ.
എല്ലുകൾക്ക് ചതവൊന്നുമില്ല. എന്തായി ഡോക്ടർ? എല്ലുകൾക്കൊന്നുമില്ല, എല്ലാം നോർമലാണ്. ഈ അപ്രതീക്ഷിതമായ സ്തംഭനം എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുറച്ച് എക്സ്റേ എടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് എക്സസൈസോ? അതെ, ഇത് ഫ്രാൻസിൽ ഉപയോഗിക്കുന്ന ഒരു ഇമാജിൻ ടെക്നിക്കാണ്. ഉള്ളിൽ ക്ഷതമുണ്ടോ എന്ന് കാണാൻ സാധിക്കും. ഒരു സ്ക്രൂ ഇട്ടാൽ ഇത് ശരിയാകും. ഇപ്പൊ ശരിയായി. മോൾ ആദ്യം ഇതിൽ ഇരുന്ന് നോക്ക്. ശരി മുത്തശ്ശ. എന്തായാലും ഇവിടെ ഈ വീട്ടിൽ ഒരു വീൽ ചെയർ വരുമെന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും കരുതിയിട്ടേയില്ല. ഇത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇത് ക്ലാരിക്ക് നന്നായി ഉപകാരപ്പെടും. അവൾക്ക് നാളെ ബാലെ കൺസർവേറ്ററിൽ ഓഡീഷൻ ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ അവളുടെ വികലാംഗയായിരിക്കുകയാണ്. നമ്മൾ ഉറപ്പായും സയൻസിനെ വിശ്വസിക്കുന്ന ഫ്രെഡറിക്, ഇതൊരു താൽക്കാലിക സംഭവം മാത്രമാണ്. അവളുടെ അമ്മയെപ്പോലെ അവർക്കൊരു ഗാലറിയിൽ ആഗ്രഹമായിരുന്നു. അവൾ ആ സ്വന്തത്തിനടുത്ത് എത്തിയതായിരുന്നു. സെബാസ്റ്റ്യൻ, ക്ലാരയ്ക്ക് ഓഡീഷനിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് മിസ് ലിംഗയോട് പറയണം. ശരി സാർ. ഹൈഡി, ക്ലാരയ്ക്ക് നിന്നെ കാണുന്നുണ്ട്. ഉടനെ വരാം മിസ്. വരൂ. നീ എന്നെ വിളിച്ചോ ക്ലാര? അതെ, കഥകൾ നന്നായി അടച്ചോളൂ ഹൈഡി. മുത്തശ്ശൻ നിന്റെ അമ്മയുടെ ഫ്ലവർ വേസ് ശരിയാക്കിയിട്ടുണ്ട്. ഞാനതേ കുറിച്ച് പൂക്കളും വെച്ചിട്ടുണ്ട്. നിനക്ക് നടക്കാൻ കഴിയും? പ്ലീസ് ഒന്ന് പതുക്കെ. ഡാഡിയും എലിസബത്തുമായുള്ള മാരേജ് കോൺട്രാക്ട് സൈൻ ചെയ്തത് തടയാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. ഒരിക്കലും നടക്കാൻ പറ്റില്ലെന്ന് അഭിനയിച്ചോണ്ടോ? കാര്യം നടന്നില്ലേ? പക്ഷെ നീ എങ്ങനെ ചെയ്യരുത്. എല്ലാവരും നിന്നോട് വിഷമത്തിലാണ്. നീ അവരോട് സത്യം പറയണം ക്ലാര. അത് മാത്രമല്ല, നിനക്ക് നിന്റെ ഓഡീഷന് പോകാൻ പറ്റില്ല. സെബാസ്റ്റ്യൻ മിസ് ലിംഗയോട് പറയാൻ പോയി കഴിഞ്ഞു. എനിക്കറിയാം ഹൈഡി, ഞാനത് ആലോചിച്ചിരുന്നു. എന്റെ ഡാഡിയെ സ്നേഹിക്കാത്ത ഒരു സ്ത്രീയെ അദ്ദേഹം കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത ത്യാഗമാണ്. നിനക്കത് ഉറപ്പാണോ? അതെ ഹൈഡി, എലിസബത്ത് എന്താണ് ഒളിക്കുന്നതെന്ന് നീ കണ്ടുപിടിക്കണം. ആ നീലക്കത്തിൽ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അവരുടെ നെറികെട്ട പ്ലാനുകളെല്ലാം പ്രൂവ് ചെയ്യാം. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരോടും സത്യം പറയാമെന്ന് ഉറപ്പു തരുന്നു. പ്രോമിസ്? പ്രോമിസ്. ഹലോ മോളെ, നമ്മൾ ഒരാഴ്ചയ്ക്കകം പാരീസിലേക്ക് പോവുകയാണ്. ഡോക്ടർ ബെറ്റ്മൻ പറഞ്ഞ എക്സ്റേ എക്സാമിനേഷൻ ചെയ്യാം. പക്ഷെ നിനക്ക് നിൽക്കാൻ കഴിഞ്ഞോ ക്ലാര? ഡാഡി, ഐ ആം സോറി. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. നീ പറയുന്നത് നീ പാരലൈസ്ഡ് അല്ലെന്നാണോ? നീ ഞങ്ങളോട് കള്ളം പറഞ്ഞോ? എലിസബത്ത് കാരണമാണ്. എനിക്കൊരു സംശയമുണ്ട്. പക്ഷെ ഇത് നിനക്ക് എങ്ങനെ ചെയ്യാൻ സാധിച്ചു? ഡാഡി എലിസബത്തിനെ കല്യാണം കഴിക്കില്ല. ഒന്ന് ചുമ്മാ കേട്ടു ക്ലാര. നീ നിന്റെ മുറിയിൽ തന്നെ ഇരിക്കൂ. ഞങ്ങൾ ശാന്തമായിട്ട് നിന്നെ ഒന്ന് കാണാം. സമാധാനിക്കൂ ഫ്രെഡറിക്, എന്താ ശരിക്കും സംഭവിച്ചത്? ക്ലാര ഞങ്ങളോട് കള്ളം പറഞ്ഞു. അവൾക്ക് നടക്കാൻ കഴിയില്ല എന്ന് അഭിനയിക്കുകയായിരുന്നു. ആ ഹൈഡി, നിനക്കറിയാമായിരുന്നോ ക്ലാരയ്ക്ക് നടക്കാൻ സാധിക്കുമെന്ന്? പറയൂ. അറിയാം. എന്ത്? നിനക്കും അറിയാമെന്നോ? ക്ലാര നിങ്ങളെ ഓർത്ത് പേടിച്ചിരിക്കുകയായിരുന്നു. എന്നെയോ? എലിസബത്ത് നിങ്ങളെ വിഷമിപ്പിക്കുമെന്ന് കരുതി. നിങ്ങൾക്കറിയോ, എലിസബത്ത് നിങ്ങൾ കൊടുത്ത പൈസ വെച്ച് ഫോട്ടോഗ്രാഫി പ്ലേറ്റ് വാങ്ങിയിട്ടില്ല. ഐ എം സോറി എലിസബത്ത്. പക്ഷെ നിങ്ങളത് ഈ കത്തുന്ന ആൾക്ക് കൊടുക്കുന്നത് കണ്ടു. എനിക്കെല്ലാം അറിയാമായിരുന്നു ഹൈഡി. രഹസ്യമായിരുന്നു. അതുകൊണ്ട് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. രഹസ്യമോ? അമ്മയുടെ വാസ്തു അവളെന്ന് സന്തോഷിപ്പിക്കാനായി ഞാൻ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതി. വിശ്വസിക്കൂ, എന്റെ ഒരു അമേരിക്കൻ ഫ്രണ്ട് ഒരു ഫേമസ് ഭാര്യയ്ക്കുള്ള അവസാനത്തെ ടിക്കറ്റ് ഒപ്പിച്ചു തന്നു. പൈസ അവർക്ക് കൊടുക്കാനായിരുന്നു. നമുക്കിതെല്ലാം ക്ലാരയോട് പറയണം. ക്ലാര, അവൾ എവിടെയായിരിക്കും?
ക്ലാര, മോളെ നീ എന്നെ പേടിപ്പിച്ചിട്ടുണ്ടല്ലോ. ഐ എം സോറി. ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഹൈഡി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണയാണ് ഇതെല്ലാം. അപ്പോ എലിസബത്ത് കള്ളിയല്ലെന്നും ഡാഡിയുടെ പൈസയുടെ പുറകെയുമല്ലെന്നാണോ? ഏയ്, അല്ല, ഒരിക്കലുമില്ല. എലിസബത്തിന് അങ്ങനെ തെറ്റായ ഉദ്ദേശങ്ങൾ ഒന്നും തന്നെയില്ല. ഞാൻ എല്ലാം നിന്നോട് പറയാം. ഇവൾക്ക് പൂക്കൾ കൊണ്ടുവന്നത് വളരെ നന്നായി. നിന്റെ അമ്മ മനോഹരമായ സ്ത്രീയായിരുന്നു ക്ലാര. ഞാൻ ഒരിക്കലും അവളെ മറക്കില്ല. അവൾ മരിക്കുന്നതിന് മുമ്പ് എന്നോടൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാനൊരു പുതിയ കുടുംബം തുടങ്ങണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. നിനക്കൊരു സന്തോഷമുള്ള കുടുംബം തരണമെന്നായിരുന്നു എന്റെയും എലിസബത്തിന്റെയും ആഗ്രഹം. I love you so much, Daddy. I love you too, ക്ലാര. നിങ്ങൾ എല്ലാവരെയും വിഷമിപ്പിച്ചതിന് ക്ഷമ ചോദിക്കുന്നു. ഡാഡി എന്നോട് ക്ഷമിക്കുമെന്ന് കരുതുന്നു. എന്റെ കുഞ്ഞുമോളെ, സ്വാൻ ലേക്കിലേക്കുള്ള ടിക്കറ്റ്സോ? അതെന്റെ പ്രിയപ്പെട്ട ബാലയാണ്. 2 ടിക്കറ്റ്സ് ഉണ്ട്. ഒന്ന് നിനക്കും ഒന്ന് നിന്റെ പ്രിയപ്പെട്ട അച്ഛനും. താങ്ക് യു എലിസബത്ത്. യു ആർ വെൽക്കം. നിനക്കറിയാമോ, നിന്റെ അമ്മയ്ക്ക് പകരം വാങ്ങാനല്ല ഞാൻ ശ്രമിക്കുന്നത്. നിന്റെ അച്ഛനെ സന്തോഷവാനാക്കാനേ നോക്കുന്നുള്ളൂ. നീ അനുവദിച്ചാൽ നിന്നെയും. മിസ് ലിങ്കി, നിങ്ങൾ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കും. ക്ലാരയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ ഞാൻ. എനിക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളെല്ലാം വിവരിച്ചു തരാം. എനിക്ക് സന്തോഷമാണ് ക്ലാരയുടെ ഓഡിഷൻ വീണ്ടും നടത്താൻ മിസ് ലിങ്കയെ കൊണ്ട് സാധിച്ചതിൽ. പക്ഷെ അവർ വരാൻ ഇത്ര താമസിക്കുന്നത് എന്താ? ഒരു തീരുമാനമെടുക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. എനിക്ക് കിട്ടി ഹൈഡി. വെറുതെ ക്ലാര, അടിപൊളി. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു മോളെ.